നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയും ശബരിമലയിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്ന യുവതീ പ്രവേശനവും വീണ്ടും ചർച്ചയാവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറെ നാൾ ജയിലിൽ കിടന്ന ഒരു CPM നേതാവാണ് എ പത്മകുമാർ. അദ്ദേഹം ഏതാണ്ട് 100-ലധികം ദിവസങ്ങൾ ജയിലിൽ കിടന്നു. ജയിലിൽ കിടന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാണ് എന്ന രീതിയിൽ രേഖകളിൽ കൃത്രിമം വരുത്തുകയും ഒപ്പുവയ്ക്കുകയും ചെയ്തതാണ്. അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പുറത്തേക്ക് പോവുകയും ആ സ്വർണ്ണപ്പാളികളിൽ ഉണ്ടായിരുന്ന സ്വർണം എടുത്തു മാറ്റുകയും പകരം ഇലക്ട്രോപ്ലേറ്റിങ്ങിലൂടെ സ്വർണം പൂശി തിരികെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് കിലോ കണക്കിന് സ്വർണം ശബരിമല ശ്രീകോവിലിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടത്. ഈ കേസാണ് ഇപ്പോൾ വലിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് മറ്റും കടക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും മുരാരി ബാബുവും അടക്കമുള്ള നിരവധി പ്രതികൾ ഇപ്പോൾ തന്നെ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കുകയും ഇവർക്ക് കുറ്റപത്രം ലഭിക്കാത്തത് കാരണം സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു CPM നേതാവാണ്, അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും CPIM-ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്തത് ഈ പത്മകുമാറിൻ്റെ അറസ്റ്റാണ്, അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ ജയിൽവാസമാണ്. ഉന്നതനായ ഒരു CPM നേതാവാണ് എ പത്മകുമാർ. അദ്ദേഹം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അവിടെ യുവതീ പ്രവേശനം നടന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടന്നത് എന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏറെ നാൾ ജയിലിൽ കിടക്കേണ്ടി വന്നത്. എന്നാൽ ഇത്രയധികം നാളുകൾ ജയിലിൽ കിടന്നിട്ടും, ഉന്നതനായ ഒരു CPM നേതാവ് ജയിലിൽ കിടന്നിട്ടും ഇദ്ദേഹത്തിനെതിരെ ഒരു സംഘടനാ നടപടിയും സ്വീകരിക്കാൻ CPM ഇതുവരെ തയ്യാറായിട്ടില്ല. കുറ്റപത്രം വരട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തത് എന്താണ് എന്ന് കൃത്യമായി ബോധ്യം വരട്ടെ, അദ്ദേഹം തെറ്റുകാരനല്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ CPM ഇതിനെ പ്രതിരോധിച്ചു കൊണ്ടിരുന്നത്. സത്യത്തിൽ ഒരു ഉന്നത CPM നേതാവ് ശബരിമലയിൽ നിന്നും സ്വർണം കട്ടതിൻ്റെ കേസിൽ അറസ്റ്റിലാകുമ്പോൾ അതിന് മിനിറ്റുകൾക്കകം നടപടി ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ പാർട്ടിക്ക് അന്ന് നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാർട്ടി നടപടിയെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കേസിൽ പത്മകുമാറിനെ പാർട്ടി ഒറ്റപ്പെടുത്തിയാൽ തീർച്ചയായും പത്മകുമാർ ചില അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയും. അങ്ങനെ പത്മകുമാർ വായ തുറന്ന് ചില കാര്യങ്ങളൊക്കെ പുറത്തു പോയാൽ CPM-ലെ ഏതോ ഉന്നതൻ അല്ലെങ്കിൽ ഉന്നതർ കുടുങ്ങാനിരിക്കുന്നു എന്ന് തന്നെ അന്ന് രാഷ്ട്രീയമായി വിലയിരുത്തിയിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പാർട്ടി എ പത്മകുമാറിനെതിരെ കുറ്റപത്രം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കേരള സമൂഹത്തെ പറ്റിച്ചുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയത്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് ജനങ്ങളിൽ വലിയ സംശയമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്നത് എ പത്മകുമാർ സംരക്ഷിച്ചു, പാർട്ടി നടപടിയെടുക്കാതെ സംരക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എത്രയും വേഗം എ പത്മകുമാറിനെ നടപടിയെടുത്ത് തലയൂരാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുള്ള ശുദ്ധീകരണ പ്രക്രിയയിൽ പത്മകുമാറിനെ നടപടിയെടുക്കാനാണ് പാർട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച തീരുമാനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുക്കുകയും ചെയ്തിരുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത്. ജില്ലാ കമ്മിറ്റി പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാനായി നാളെ ചേരാനിരിക്കുകയാണ്. പത്മകുമാറിനെ പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി പാർട്ടിയിൽ നിന്നും പുറത്താക്കുക എന്ന കടുത്ത നടപടിയിലേക്ക് പാർട്ടി കടക്കാൻ പോകുന്നു എന്ന സൂചനകൾ വരുമ്പോഴാണ് പത്മകുമാർ ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് നടത്തിയിരിക്കുന്നത്. ആ വെളിപ്പെടുത്തലുകൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് തന്നെയാണ്. കേരളത്തെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് പത്മകുമാർ നടത്തിയിരിക്കുന്നതും. അതായത് ആദ്യത്തെ സംഭവം യുവതീ പ്രവേശനമാണ്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചത്, ആചാര ലംഘനം നടത്തിയത് CPIM-ന്റെ രാഷ്ട്രീയ തീരുമാനമനുസരിച്ച് തന്നെയായിരുന്നുവെന്നും ഭരണത്തിലും അതുപോലെ തന്നെ പാർട്ടിയിലും സ്വാധീനമുള്ള ഒരു ഉന്നതനാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പ്രധാനപ്പെട്ട നടപടികൾ എടുത്തത് എന്നുമാണ് പത്മകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ ഉന്നതൻ്റെ പേര് വിവരങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല എങ്കിലും തൻ്റെ ആത്മകഥ പുറത്തിറങ്ങാനിരിക്കുകയാണ്. ആ ആത്മകഥയിൽ ഈ ഉന്നതൻ്റെ പേരടക്കമുള്ള വിശദാംശങ്ങൾ ഉണ്ടാകും എന്ന ഭീഷണിയാണ് ഇപ്പോൾ എ പത്മകുമാർ പാർട്ടിക്ക് മുന്നിൽ മുഴക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു എന്ന രീതിയിലാണ് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് എ പത്മകുമാർ ദേവസ്വം ബോർഡ്
പ്രസിഡന്റായിരിക്കുമ്പോഴാണ് ശബരിമലയിൽ യുവതികളെ ആചാരവിരുദ്ധമായി CPM പ്രവേശിപ്പിച്ചത്. അതിന് പിന്നിൽ CPIMന്റെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവാണ്. ഇയാൾക്ക് പാർട്ടിയിലും അതുപോലെ തന്നെ ഭരണത്തിലും വലിയ സ്വാധീനമുള്ള ഉന്നതനായ രാഷ്ട്രീയ വ്യക്തിത്വമാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചത്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ വെട്ടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ താൻ അറിയാതെയാണ് ഇക്കാര്യങ്ങൾ നടപ്പിലാക്കിയത്. യുവതീ പ്രവേശന സമയത്ത് തന്നെ അവിടെ നിന്നും മാറ്റിയതായും, പാർട്ടി തന്ത്രപൂർവ്വം ഈ പാർട്ടി നേതാവ് മാറ്റിയതായും, പിന്നീട് താൻ പോലും അറിയാതെയാണ് ഇത്തരത്തിൽ യുവതികളെ ഈ ശബരിമല ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചത് എന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പത്മകുമാർ പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഉണ്ടാകുമെന്നും ആത്മകഥ CPMനെ നശിപ്പിക്കാൻ പോകുന്ന ഒരു ബോംബാകുമെന്നുമുള്ള സൂചനയാണ് ഇപ്പോൾ നടപടി വരുന്നതിന് തൊട്ടു മുമ്പ് പത്മകുമാർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം അടിച്ചു മാറ്റാനുള്ള എല്ലാവിധ ഒത്താശയും ചെയ്തത് താനാണ് എന്നാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ താൻ അതിൽ ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്, തന്നെ കൊണ്ട് ഒപ്പിടിവിച്ചതാണ്. അതിന് പിന്നിലും CPIMന്റെ ഒരു ഉന്നത നേതാവാണ് എന്നാണ് പത്മകുമാർ പറയുന്നത്. തന്നോട് താനല്ല ഈ ചെമ്പുപാളി എന്നും മറ്റുമൊക്കെ എഴുതി വെച്ചത്, കാര്യങ്ങൾ അതിനു മുമ്പ് മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ അവിടെ ഒപ്പുവയ്പ്പിക്കുകയായിരുന്നു ചില CPM നേതാക്കൾ എന്നാണ് ഇപ്പോൾ പത്മകുമാർ മറ്റൊരു വെളിപ്പെടുത്തലായി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയ കമ്പനിയായ സ്മാർട്ട് ക്രിയേഷൻസ്, അതോടൊപ്പം തന്നെ മറ്റു ചില ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ പോലെയുള്ള പ്രധാനപ്പെട്ട പ്രതികൾ, ഇവർക്കിടയിൽ ഒരു ഉന്നത CPM നേതാവുണ്ട്. അതായത് ഇതുവരെയും പുറത്തു വരാത്ത ഒരു CPM നേതാവിൻ്റെ പേരാണ് ഇപ്പോൾ പത്മകുമാർ പുറത്തേക്ക് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആ പേരുകാരനാണ് ഇത്തരത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരിക്കുന്നത്. തന്നെ കൊണ്ട് ഒപ്പുവയ്പ്പിക്കുക മാത്രമാണ് ചെയ്തത്, താൻ അതിൽ നിരപരാധിയാണ് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ 2018 ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ആചാരവിരുദ്ധമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് യുവതികളെ പ്രവേശിപ്പിച്ചത് ഒരു ഉന്നത CPM നേതാവാണ്. മാത്രമല്ല, ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയത് ഇതുവരെ കേരളം ചർച്ച ചെയ്യാത്ത ഒരു ഉന്നത CPM നേതാവാണ് എന്നു രണ്ട് വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പത്മകുമാർ നടത്തിയിരിക്കുന്നത്. ഈ പത്മകുമാർ വായ തുറന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി വരുന്നു എന്നത് തന്നെയാണ്. അതായത് തനിക്കെതിരെ നടപടി എടുത്താൽ താൻ ചില കാര്യങ്ങൾ വിളിച്ചു പറയും ഈ ലോകത്തോട് എന്ന് പത്മകുമാർ നേരത്തെ തന്നെ പാർട്ടിയെ ഭീഷണി മുഴക്കിയിരുന്നു. പാർട്ടിയെ ഇത്തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാണ് ഇത്രയും നാൾ തനിക്കെതിരായിട്ടുള്ള നടപടി പത്മകുമാർ വൈകിപ്പിച്ചത് എന്ന് വ്യക്തമാണ്. ഇനിയിപ്പോൾ നാളെ പാർട്ടി തന്നെ പുറത്താക്കും എന്നിരിക്കെയാണ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ആ വിവരങ്ങൾ പത്മകുമാർ പുറത്തുവിടാൻ പോകുന്നത്. അപ്പോഴും ഈ CPM നേതാവിൻ്റെ പേര് പത്മകുമാർ പറഞ്ഞിട്ടില്ല. കേരളത്തിന് ഏതാണ്ട് ഊഹിക്കാവുന്ന ഒരു പേരാണെങ്കിലും ഇപ്പോഴും പേര് പറയാത്തത് ഒരു വലിയ പ്രശ്നമായി തുടരുകയാണ്. എന്നാൽ ആ പേര് താൻ ഒളിച്ചു വയ്ക്കില്ലെന്നും തൻ്റെ ആത്മകഥയിൽ ആ പേരുണ്ടാകുമെന്നുമുള്ള ഭീഷണിയാണ് ഇപ്പോൾ പത്മകുമാർ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നത്. എന്തായാലും പാർട്ടി നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പത്മകുമാറിൻ്റെ ഈ അഭിപ്രായ പ്രകടനങ്ങളോട്, അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ വെളിപ്പെടുത്തലുകളോട് തൽക്കാലം പ്രതികരിക്കേണ്ടെന്നുമാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്, വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്, പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ ഏതാനും കാലങ്ങളായി, അതായത് കഴിഞ്ഞ 10 വർഷമായി ശബരിമല എന്ന മഹാക്ഷേത്രത്തോട് ചെയ്ത ദ്രോഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. യുവതീ പ്രവേശനം പിണറായി വിജയൻ അറിയാതെയാണോ നടന്നത് എന്ന ചോദ്യം, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം ഇനിയിപ്പോൾ പാർട്ടി നൽകേണ്ടി വരും. മാത്രമല്ല, ശബരിമലയിൽ എന്തിനു വേണ്ടിയിട്ടാണ് കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ ഉന്നത CPM നേതാവിന് പാർട്ടി ഒത്താശ ചെയ്തു കൊടുത്തത് എന്ന ചോദ്യത്തിനും പാർട്ടി ഉത്തരം പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് കാരണം പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടായി. അതുകൊണ്ട് തന്നെ പാർട്ടി നടപടിയെടുത്താൽ പാർട്ടിയെ ഒരു വലിയ ഇടുത്തി പോലെ ഒരു കാര്യം കാത്തിരിക്കുന്നുണ്ട്. അതായത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ പത്മകുമാറിൻ്റെ ആത്മകഥയിലൂടെ പുറത്തു വരുമെന്ന് ഉറപ്പാണ്. എന്നാലും പാർട്ടി നടപടിയിലേക്ക് കടക്കുകയാണ് എന്നാണ് സൂചന. എല്ലാം കലങ്ങിത്തെറിയട്ടെ എന്നായിരിക്കാം ഒരുപക്ഷെ പാർട്ടി നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ
SIT അതിൻ്റെ അന്വേഷണം ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. പുതിയ സർക്കാർ അധികാരമേറ്റ സാഹചര്യത്തിൽ SIT അന്വേഷണം തൃപ്തികരമല്ലെന്നും SIT അന്വേഷണത്തിൽ കോടതി പറഞ്ഞാൽ അക്കാര്യത്തിൽ ഇടപെടുമെന്നുമൊക്കെ നേരത്തെ പുതിയ ദേവസ്വം മന്ത്രി K. മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു. കോടതിയുടെ നിയന്ത്രണത്തിലും അതുപോലെ തന്നെ കോടതിയുടെ നിരീക്ഷണത്തിലുമാണ് അന്വേഷണം പോകുന്നത്. സർക്കാരിന് അക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല. പക്ഷേ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ സർക്കാരിന് ഈ കേസ് തൃപ്തിയുണ്ടോ ഇല്ലയോ എന്ന കാര്യം പറയാനാകും. അതിനുശേഷം ഇടപെടുമെന്നാണ് ദേവസ്വം മന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അടുത്തയാഴ്ച മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെ അടക്കം ചോദ്യം ചെയ്യാൻ SIT സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ചില ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും SIT സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. PS പ്രശാന്തിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇതോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അതീവ രഹസ്യമായ അന്വേഷണ റിപ്പോർട്ടുകൾ ഇപ്പോഴും SITയുടെയും അതുപോലെ തന്നെ കോടതിയുടെയും പരിഗണനയിലാണ്. കുറ്റപത്രം നൽകപ്പെട്ട് കഴിഞ്ഞാൽ രഹസ്യ വിവരങ്ങളെല്ലാം പുറത്തു വരുമെന്നാണ് സൂചന. ആ കുറ്റപത്രത്തിൽ ഈ പറയുന്ന A. പത്മകുമാർ പറയാൻ പോകുന്ന ഉന്നത CPM നേതാവിൻ്റെ പേരുണ്ടാകുമോ? അതാണ് കേരളം കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണം കട്ടവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് UDF സർക്കാർ ആണയിട്ട് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും VD സതീശൻ്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ ആദ്യ നാളുകളിൽ തന്നെ ഈ പറയുന്ന ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനിയുടെ ലീഗൽ അഡ്വൈസറെ നിയമിച്ചത് സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഛിദ്രശക്തികൾ ഈ സർക്കാരിലും ഇടപെടുന്നുണ്ടോ എന്നൊരു സംശയം ഇതോടെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണം ഏറ്റെടുക്കണം എന്ന ആവശ്യം ഇപ്പോഴാണ് പ്രസക്തമാകുന്നതും. കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ അന്വേഷണത്തിനെത്തുമോ എന്ന കാര്യം ഒരുപക്ഷെ പുതിയ സർക്കാരിന് തീരുമാനമെടുക്കാം. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിന് ശേഷം SIT അന്വേഷണ റിപ്പോർട്ട് എന്തെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജികളും നിലനിൽക്കുന്നുണ്ട്.